ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്ത്രീ പുരുഷന്മാർ ഇടകലരുക എന്നത് അത് ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ സ്ത്രീകൾ ഏത് മേഖലകളിൽ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും അന്യപുരുഷന്മാരോട് കൂടെ ഇടകലരുന്ന ഇടങ്ങളെ തൊട്ട് മാറി നിൽക്കേണ്ടതാണ്. അത്തരം സാഹചര്യങ്ങൾ ഒരുക്കാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ തന്നെ സ്ത്രീകളുടെ ഇടമായി പഠിപ്പിച്ചത് വഖർന ഫീ ബുയൂത്തികുന്ന, നിങ്ങൾ സ്ത്രീകൾ വീടുകളിൽ അടങ്ങി ഇരിക്കുക. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, ആദ്യകാല ജാഹിലിയ കാലത്ത് ഭംഗി പ്രദർശിപ്പിച്ചതുപോലെ നിങ്ങൾ ഭംഗി പ്രദർശിപ്പിക്കരുത്. രണ്ട് കാര്യം പറഞ്ഞു. വീടുകളിൽ ആവശ്യത്തിനല്ലാതെ വീടുകളിൽ നിന്നും പുറത്തു പോകുന്നത് നല്ലതല്ല, പാടില്ല. അതുപോലെ ഭംഗി പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇനി വീടുകളിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും അവരുടെ ഭംഗി പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. ജാഹിലിയ കാലത്ത് ഭംഗി പ്രദർശിപ്പിച്ചതുപോലെ ചെയ്യരുത്. അവരുടെ ശരീരത്തിന് ഭംഗിയാവട്ടെ അതുപോലെയുള്ള ഭംഗികളൊന്നും പുരുഷന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. മൂന്നാമത്തെ നിർദ്ദേശം വിശുദ്ധ ഖുർആൻ പറയുന്നു അഖിംന സ്വലാഹ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. നിസ്കാരം ഒരിക്കലും ഖളാ ആകരുത്, അത് കൃത്യ ടൈമിൽ തന്നെ നിർവഹിക്കണം. സ്ത്രീകളോടുള്ള മൂന്നാമത്തെ കൽപ്പന. വആതീന സക്കാത്ത, നിങ്ങൾ സക്കാത്തിനെ വീട്ടണം. എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ കൊടുക്കേണ്ട അവസ്ഥയിലെത്തിയാൽ നിങ്ങൾ സക്കാത്ത് നൽകണം. വഅതിഅനല്ലാഹ്, അഞ്ചാമത്തെ കൽപ്പന, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടണം. അത് പൊതു കൽപ്പനയായി. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതൊക്കെ നിങ്ങൾ വഴിപ്പെടണം. അപ്പൊ നമ്മൾ അള്ളാഹു പഠിപ്പിച്ചതായ ആശയങ്ങൾ കാര്യങ്ങൾ മുഴുവനും സ്വീകരിച്ച് ജീവിക്കണം. വറസൂലഹ്, അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെടണം. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വിഷയം സ്ത്രീകൾ ഇടകലരുന്നതിനെ സംബന്ധിച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്ത്രീകളും പുരുഷന്മാരും കൂടെ വഴിയിലൂടെ ഇടകലർന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ട സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഇസ്തഖിർന, നിങ്ങൾ അല്പം ബേക്കോട്ട് നിൽക്കൂ സ്ത്രീകളെ. ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹ്ഖുഖന ത്വരീഖ, വഴിമധ്യത്തിലൂടെ ആണുങ്ങൾ നടക്കുമ്പോൾ ആ ആണുങ്ങളുടെ നടത്തത്തിന്റെ കൂടെ വഴിമധ്യത്തിലൂടെ നിങ്ങൾ നടക്കരുത്. അലൈകുന്ന ബിഹാഫാത്തി ത്വരീഖി, വഴിയുടെ സൈഡിലൂടെ നിങ്ങൾ മാറി നടക്കൂ. എന്നിട്ട് പറയുന്നു, ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, മുത്തുനബി പറഞ്ഞതാണ്. ഫകാനത്തിൽ മർഅതു തൽതസിഖു ബിൽ ജിദാർ, അങ്ങനെ അവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ മതിലിനോട് ചാരിക്കൊണ്ടായിരുന്നു നടന്നിരുന്നത്. ഹത്താ ഇന്ന സൗബഹാ ലയതഅല്ലഖു ബിൽ ജിദാരി മിൻ ലുസൂഖിഹാ ബിഹി, മതിലിലുള്ള മണ്ണിനോട് ഒട്ടിച്ചേർന്നുകൊണ്ട്, ചിലപ്പോ ശരീരത്തിൽ വരെ മണ്ണാകുന്ന നിലക്ക് ഒട്ടിച്ചേർന്നുകൊണ്ടായിരുന്നു അവർ നടന്നിരുന്നത്, പുരുഷന്മാർ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും എന്ന് ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം ബഹുമാനപ്പെട്ട സ്വഹാബിയായ അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഫീഹി ഇജ്തിനാബു മവാലിഇത് തുഹം, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളൊക്കെ സൂക്ഷിക്കണം. സ്ത്രീയും പുരുഷനും ഇടകലരുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന എല്ലാ സന്ദർഭങ്ങളും സൂക്ഷിക്കണം എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വകറാഹത്തു മുഖാലതത്തി റിജാലി ലിന്നിസാഇ ഫി തുറുഖാതി ഫളലൻ ബുയൂതി, വഴികളാവട്ടെ വീടുകളാവട്ടെ ഏത് സന്ദർഭത്തിലാവട്ടെ സ്ത്രീയും പുരുഷനും ഇടകലരുന്നുകൊണ്ടുള്ള അവസ്ഥ അത് പാടില്ല എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഫത്ഹുൽ ബാരി ഇമാം ഇബ്നു ഹജർ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ അതിന്റെ 2-ാം വാള്യം 336-ാം പേജിൽ പറയുന്നു. ഇങ്ങനെ ധാരാളം റിപ്പോർട്ടുകൾ കാണാവുന്നതാണ്. ഷാഫി മദ്ഹബിലെ
ഗ്രന്ഥങ്ങളിലും മാലിക് മദ്ഹബിലെ ഗ്രന്ഥങ്ങളിലും ഹനഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളിലും ഈ വിഷയത്തിൽ ധാരാളം ചർച്ചകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇമാം ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഹദ്ദബിൽ പറയുന്നു. എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് വിവരിക്കുകയാണ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫഅലൈഹിൽ ജുമുഅ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ ജുമുഅക്ക് പങ്കെടുക്കൽ നിർബന്ധമാണ്. ഇല്ലാ ലംറഅ, സ്ത്രീകളുടെ മേലൊഴികെ, യാത്രക്കാരും അടിമകളുടെ കാലത്ത് യാത്രക്കാരും അടിമകളും രോഗികളുമൊഴികെ അവർക്ക് ജുമുഅ നിർബന്ധമില്ല, അവർ ജുമുഅക്ക് നിർബന്ധമായും പങ്കെടുക്കേണ്ടതില്ല എന്ന ഹദീസ് വിവരിച്ച് മഹാനായ ഇമാം അബൂ ഇസ്ഹാഖ് ശിറാസി ഷാഫിഈ പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്. അവരുടെ മുഹദ്ദബിൽ പറയുന്നു, വലി അന്നഹാ തഖ്തലിതു ബിർറജുലി വദാലിക ലാ യജൂസു. എന്തുകൊണ്ടാണ് ജുമുഅ നിർബന്ധമില്ലാത്തത്? സ്ത്രീകൾ ജുമുഅക്ക് വരുമ്പോൾ പുരുഷന്മാരോട് കൂടി ഇടകലരൽ വരും, അത് അനുവദനീയമല്ല. ലാ യജൂസു, അത് അനുവദനീയമല്ല. ഇത് വിവരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി ശാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതർ വിവരിക്കുന്നു, വതഅമ്മൽഹു തജിദുഹു സരീഹൻ ബി ഹുർമത്തിൽ ഇഖ്തിലാത്ത്. ഇടകലരൽ, സ്ത്രീയും പുരുഷനും കൂടി ഇടകലരൽ അത് ഹറാമാണെന്നാണ് മനസ്സിലാകുന്നത്. വഹുവ കദാലിക, അത് അങ്ങനെ തന്നെയാണ്. ലിഅന്നഹു മദിന്നത്തുൽ ഫിത്ന, സ്ത്രീകൾ ഇടകലരൽ നാശത്തിന് ഭാവിക്കുന്ന സ്ഥലമാണ്, നാശം വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കപ്പെട്ടത്. പുരുഷന്മാരാണ്. ഇത് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഫതാവ രേഖപ്പെടുത്തുന്നു. ഇനി ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് ബുഖാരിന്റെ ഒരു ശറഹിൽ, സഹീഹ് ബുഖാരിയിൽ ഇങ്ങനെ കാണാം, ബാബു ഹംലി റിജാലിൽ ജനാസ ദൂന നിസാ, പുരുഷന്മാരാണ് ജനാസയെ ചുമക്കേണ്ടത്, സ്ത്രീകളല്ല. ഈ അധ്യായത്തിൽ മഹാനവറുകൾ പറയുന്നു, എന്തുകൊണ്ടാണ് പുരുഷന്മാരാണ് ജനാസയെ ചുമക്കേണ്ടതെന്ന് പറയുന്നത്? കാരണം ഒരു സ്ത്രീകൾ ജനാസയെ ചുമക്കുമ്പോൾ പുരുഷന്മാരോടുകൂടെ ഇടകലരൽ വരും, അത് ഫിത്നയിലേക്ക് കൂട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ജനാസയെ ചുമക്കരുത്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഹംബലി മദ്ഹബുകാരനാണ്. അവർ പറയുന്നു, ഫഅമ്മാ മാ അഹ്ദസൽ ഖസ്വാസ് മിൻ ജംഇ നിസാഇ വരിജാലി ഫഇന്നഹു മിനൽ ബിദഅ അല്ലതി തജ്രി ഫിഹാ അൽ അജായിബ് മിൻ ഇഖ്തിലാത്തി നിസാഇ വരിജാലി. ഹംബലി മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, കഥ പറയുന്നവർ, കഥാപ്രസംഗം നടത്തുന്നവരും ചില കഥാകാരന്മാരും കഥ പറയുന്നവരും ഒക്കെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിന്നുകൊണ്ട് എന്നിട്ട് അവര് പരസ്പരം കൂടി ഇടകലരുകയും ചെയ്യുകയും സ്ത്രീകൾ ഇങ്ങനെ ശബ്ദമുയർത്തി ചൂളം വിളിയും മറ്റുമൊക്കെ വിളിക്കുകയും ചെയ്യുന്ന പരിപാടി, അത് മിനൽ ബിദഇ, അത് ബിദ്അത്തിൽപ്പെട്ടതാണ്, അത് പാടില്ലാത്ത കാര്യമാണ്, തെറ്റായ കാര്യമാണ് എന്ന് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ്, അവിടെ സ്ത്രീയും പുരുഷനും ഉണ്ട് എന്ന് സങ്കല്പിക്കുക എങ്കിൽ മഹാന്മാര് പറയുന്നു, എന്താണ് ചെയ്യേണ്ടത്? പുരുഷൻ അവിടെ തന്നെ ഇരിക്കേണ്ടതാണ്. പുരുഷന്മാരൊക്കെ, സ്ത്രീകളൊക്കെ പിരിഞ്ഞു പോയിട്ടേ പുരുഷന്മാർ എഴുന്നേൽക്കാൻ പാടുള്ളൂ. ഇത് പറഞ്ഞത് സ്ഥലത്ത് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. എന്താണ് കാരണം? സ്ത്രീകൾ വേഗത്തിൽ പോവാൻ വേണ്ടിയാണ്. സ്ത്രീയും പുരുഷനും ഇടകലറിലേക്ക് കൂട്ടും, അതുകൊണ്ട് സ്ത്രീകൾ ആദ്യം പോവേണ്ടതാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ ധാരാളം വിവരിച്ചിട്ടുണ്ട്. ഒരു മസ്അല കൂടി നിങ്ങൾ കേൾക്കുക. മഹാന്മാർ പറഞ്ഞ മസ്അല, ഒരു കോടതിയെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? അയ്യുഫ്രിദ യൗമൻ മുഅയ്യൻ, ഇസ്ലാമിക കോടതി, മിനൽ ഉസ്ബൂഇ വഖതൻ മുഅയ്യന മിനൽ യൗമി ലിഖളാഇ ബൈനൻ നാസ് സത്റൻ ലഹുന ഇഫ്ല മിൻ ഇഖ്തിലാത്തിഹിന്ന ബിർരിജാൽ. സ്ത്രീകൾക്ക് വേറെ തന്നെ ദിവസം, സ്ത്രീകളുടെ കേസ് സ്വീകരിക്കാൻ വേണ്ടി മറ്റൊരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ടൈം തന്നെ വെക്കണം, പുരുഷന്മാരും സ്ത്രീകളും കൂടിക്കലരാതിരിക്കാൻ. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ കൂടിക്കലരൽ എതിർത്തതായി കാണാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സ്ത്രീകൾ
ഗൗരവത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇടകലരുന്ന അവസ്ഥകളെ തൊട്ടൊക്കെ മാറി നിൽക്കണം. എപ്പോഴും സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തു ഔറ, സ്ത്രീ ഔറത്താണ്. ഇദാ ഖറജത് ഇസ്തസ്റഫഹ ശൈത്താൻ, അവൾ ഔറത്താണ്. സ്ത്രീ മുഴുവനും ഔറത്താണ്. അവളുടെ ഔറത്ത് വെളിവാക്കി നടക്കലല്ല. അവൾ പുറത്തേക്ക് വരുമ്പോൾ പിശാച് അവളെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.